ഉൽപാദന ഉപാധികളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ തെങ്ങിൻ തോട്ടങ്ങളിലെ ഇടവിള കൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ടാണ് വിതരണം നടത്തിയത്. ഓച്ചിറ നാളികേര ഉൽപാദക ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം. 30 ടണ്ണോളം വരുന്ന പൊട്ടാഷ്, ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം സൾഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയുടെ വിതരണോദ്ഘാടനമാണ് മടത്തിൽ കാരായ്മയിൽ നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയ 5, 6, 7, 8, 9 എന്നീ വാർഡുകളെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടുത്തെ കേര കർഷകരെ കോർത്തിണക്കി നടത്തിയ ഒരു പദ്ധതിയാണിത്. എന്തുകൊണ്ടും ഫലപ്രദമായ തെങ്ങിൻ്റെ കരുത്ത് കൂട്ടാനും അതിലൂടെ ഉൽപ്പാദനക്ഷമത വളർത്തിയെടുക്കുക നമ്മുടെ കേര കർഷകർക്ക് എന്നും ഗുണം കിട്ടത്തക്ക വിധത്തിലുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിയത്. ഇതിനേറെ ക്ലേശങ്ങളാണ്. ഞാൻ ഇതിൻ്റെ ഒരു കൺവീനറാണ്. 6, 7 വാർഡിൻ്റെ കൺവീനറായിരുന്നു. ഭയങ്കര പ്രയാസങ്ങളായിരുന്നു ഇതിൻ്റെ പിന്നിൽ. ഒരു വീട്ടിൽ 4 വട്ടം പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനകത്ത് എല്ലാവരും എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടവരാണ് രാഹുൽ സാറും ബാബുച്ചാനും. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. 5, 6, 7, 8, 9 അതായത് ഓച്ചിറ പഞ്ചായത്തിലെ പഴയ ഈ വാർഡുകൾ പ്രതിദാനം ചെയ്താണ് നമ്മളുടെ ക്ലസ്റ്റർ രൂപീകരിച്ചത്. കേന്ദ്ര നാളികേര വികസന ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ലസ്റ്റർ കഴിഞ്ഞ 4 മാസമായി വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 30 ടണ്ണോളം വരുന്ന വളങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി ചേനയും അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ വിതരണം ചെയ്തിരുന്നു. രണ്ടാം ഘട്ടമായിട്ടാണ് ഈ 30 ടൺ രാസവളവും ജൈവവളവും കൂടി സംയുക്തമായി വിതരണം ചെയ്തത്. ഇതിൻ്റെ വിതരണം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട വീണ്ടും നാളികേര കർഷകരെയും കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവരുടെയും കൂടി ഒരു ഏകോപനം നമുക്ക് ഭാവിയിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അവരെയും കൂടി നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. ക്ലസ്റ്റർ ഗ്രൂപ്പ് ലീഡർ ബാബു ജോസഫ്, ക്ലസ്റ്റർ കൺവീനർ അഡ്വക്കേറ്റ് കെ വിനായക, വൈസ് പ്രസിഡന്റ് മുബീന, ക്ലസ്റ്റർ ഗ്രൂപ്പ് കൺവീനർ രാഹുലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ സമഗ്ര നാളികേര കൃഷി വികസനത്തിനായി പുതിയ പദ്ധതികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്യുമെന്നും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവുമായി ചേർന്ന പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കൂടുതൽ അംഗങ്ങളെ പദ്ധതിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.